ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ജാസി അഷി അറിയുന്നുണ്ടായിരിക്കും അല്ലേ? ഇവരുടെ ലൈഫ് എങ്ങനെയാണ് പോയോണ്ടിരിക്കുന്നത്, അവരുടെ ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവർക്കുള്ളത്, അവരുടെ വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു, അവർക്ക് എത്രത്തോളം നെഗറ്റിവിറ്റി സമൂഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് അവരുടെ മതത്തിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ അഷിയുടെ ഉമ്മ ജാസിയാണ് ഇതിൽ കൂടുതലും ഇൻ്റർവ്യൂവിലൊക്കെ ഒന്ന് സംസാരിക്കുന്നത്. ജാസിയുടെ പാർട്ട്ണറായ അഷി ഉണ്ടല്ലോ, അവർ തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജാസി പിടിച്ച് തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ്. അതിൽ അഷി മാത്രമായിട്ട് വന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു കേസ്. അപ്പം അഷിയുടെ ഉമ്മയുടെ അടുത്ത് അഷി പോവലില്ല. അപ്പോൾ അഷിയുടെ ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അഷീനെ എൻ്റെ ഡെഡ് ബോഡി കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ അഷിയുടെ ഒറ്റയ്ക്ക് വന്നിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ആ ഇൻ്റർവ്യൂവറെ മെസ്സേജ് അയച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഇൻ്റർവ്യൂവർ അഷിയുടെ ഉമ്മാൻ്റെ വീട്ടിൽ വന്നിട്ട് അവരോട് സംസാരിക്കണം. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്ന ഗൈസ്. അതായത് എനിക്കത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു സംഗതി. ഒരു ഉമ്മച്ചി, നമ്മൾ എത്രത്തോളം പുരോഗമനം പറഞ്ഞാലും ഒരു ഉമ്മച്ചി മക്കളെ പെറ്റ് വളർത്തി അതായത് ഒരു സ്റ്റേജ് കഴിയുന്ന സമയത്ത് അവർ മരണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമല്ലോ. എന്ന് വെച്ചാൽ അവർ ആത്മഹത്യ ചെയ്യാന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചു. ഇപ്പോൾ സ്നേഹമില്ലാത്ത, അതായത് മകൻ തിരിഞ്ഞു നോക്കണില്ല. പല കാരണങ്ങളുണ്ടായിരിക്കാം, പലതും പറയുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, പുരോഗമനമാണ്, എനിക്കിഷ്ടമുള്ള പാർട്ട്ണറെ ഞാൻ കല്യാണം കഴിക്കണം, അവരുടെ കൂടെ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ആ ഉമ്മച്ചി പറയുന്നത്, ഉമ്മച്ചിയുടെ കുറേ ആഗ്രഹങ്ങളും ഇതൊക്കെ ഉണ്ടാവില്ലേ. ഞാൻ ഉമ്മച്ചിയുടെ ഒരു ഭാഗം, അതായത് അവരെത്രത്തോളം പൊളിറ്റിക്കലി കറക്റ്റ് അതൊന്നും ഇവിടെ നോക്കണില്ല. എന്നെ സംബന്ധിച്ചുള്ള ഒരു മനുഷ്യജീവി എന്ന രീതിയിൽ ജാസിയുടേതായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും യോഗ്യതകളും അർഹതകളും ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അഷിയുടേതായ ചോയ്സുകൾ, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ചോയ്സുകൾ, അഷിക്കൊക്കെ ചോയ്സുകൾ, അവരുടെ ഫ്രീഡം, റൈറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഉമ്മയ്ക്ക് ഞാനിവിടെ അവകാശം ഇതൊന്നുമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവർക്ക് അവരുടെ മകനെ കാണാനുള്ള ഒരവകാശമുണ്ട്, അല്ലെങ്കിൽ മകനിൽ നിന്ന് സ്നേഹം കിട്ടാനുള്ള ഒരു അവകാശമുണ്ട്. മകനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, കെട്ടിപ്പിടിക്കാൻ, മകൻ്റെ ഇവിടേക്ക് ഒരു ഉമ്മ കൊടുക്കാൻ, തിരിച്ച് കെയർ കിട്ടാനൊക്കെ ഉള്ള ഒരു അവകാശമില്ലേ. ഈ അവകാശത്തെ ഹനിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര വലിയ പുരോഗമനം പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് കേസ് എൻ്റെ അഭിപ്രായം. ഇത് ഞാൻ ഇപ്പോൾ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ഒന്നും ആയിരിക്കും പക്ഷേ എനിക്ക് ഫീലിങ്സാണ് അവിടെ ആ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് വർക്കായത് ഗൈസ്. കാര്യം പറയാലോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, കുറേ കാലമായി കണ്ടിട്ട് എൻ്റെ കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ടൊന്നും ഇൻ്റർവ്യൂ കൊടുക്കലില്ല. ജാസി ആണും പെണ്ണും കെട്ടവനാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അത് പൊളിറ്റിക്കലി കറക്റ്റല്ല. ഇവർ പറയുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ പറയുന്നതൊന്നും ശരിയില്ല. പക്ഷേ അവരൊരു ഇമോഷൻ വെച്ച് പറയുന്നതായിട്ടാണ് കേസ് എനിക്ക് തോന്നിയത്. ഇവർ പറയുന്നത് ഒരു പെണ്ണാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കെട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇത് പെണ്ണല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ആ ഉമ്മച്ചിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ജാസിയുടെ ഒരു ഐഡൻറ്റിറ്റീനെ. അതിൻ്റെ ഒരു സംഗതി ആയിരിക്കാം. അതിപ്പോൾ ജാസിയുടെ ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് ഉമ്മച്ചിയുടെ വികാരങ്ങൾ, ഫീലിങ്സ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ പറയുക കേസ്, ഇതിൽ അവർ കുറേ പറയുന്നുണ്ട് മന്ത്രവാദം വെച്ചിട്ടും തല്ലിയിട്ടും ഒക്കെയാണ് അഷീനെ ജാസി കൂടെ കൂട്ടിയിട്ടുള്ളത്. അപ്പം കുറേ വർഷങ്ങളായി ഇവിടെ വന്നിട്ട് ഞാൻ ഉമ്മച്ചിയല്ലേ, എനിക്കൊന്നും ചെയ്ത് തന്നില്ലെങ്കിലും പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കുട്ടീനെ ഒന്ന് കാണണമെന്നുണ്ട്, എൻ്റെ കുട്ടീനെ കല്യാണം കഴിച്ച് കുട്ടികളും മക്കളായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ. അതാ ഉമ്മച്ചീനെ കുറ്റം പറയാൻ പറ്റും നമുക്ക് എന്ന് കരുതി ജാസിനെ കുറ്റപ്പെടുത്തണമെന്നല്ല കേട്ടോ. ഇത് അങ്ങനെ വിചാരിക്കരുത്. ജാസിനെ കുറ്റപ്പെടുത്തണതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വേണമെങ്കിൽ ജാസിക്ക് ഒന്ന് കാര്യമായിട്ട് ഒന്ന് ഇടപെട്ടിട്ട് ഉമ്മച്ചി അതൊക്കെ സംസാരിച്ചു, ഉമ്മച്ചി നിങ്ങളിനോട് ക്ഷമിക്കണം, ക്ഷമിക്കണം പറഞ്ഞാൽ സ്വത്വം ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങളിനോട് ക്ഷമിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത്. അതായത് മകൻ നിങ്ങളെ കാണാൻ വരാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്, ഞാനും കൂടി അതിനൊരു കാരണക്കാരിയാണ് എന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക. ആ തെറ്റുപറ്റി ഇൻ ദ സെൻസ്, അതായത് അഷീനെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അഷിക്ക് എന്നെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ
അങ്ങനെ ഞാൻ ഇപ്പം ഇങ്ങനെ പറയണമെന്നല്ല പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മനുഷ്യന്മാരിങ്ങനെ ഇടപഴകുക, ആ രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരുടെ ഫാമിലിയിലെ വിഷയങ്ങളൊക്കെ തീർന്ന് അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ചു ഗൈസ്, എന്ത് സന്തോഷത്തോടെ അവർക്ക് ജീവിക്കാൻ പറ്റും എന്ന് ആലോചിച്ചു നോക്കി. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള അവരുടെ വിഷയങ്ങളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വളരെ തീവ്രവാദപരമായിട്ടാണ് പല ആളുകളും ജാസിയുടെ അഷിയുടെയൊക്കെ ജീവിതത്തിൽ ഇടപെട്ടുന്നത്, അറിയണതാണ് എത്രത്തോളം അവർ മോറൽ പോലീസിങ്ങും അതും വിഷയങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന നെഗറ്റീവ്സൊക്കെ നോക്കി എനിക്ക് മനസ്സിലാവും. പക്ഷെ ഉമ്മച്ചീനൊന്ന് പോയി കാണേണ്ട ഒരു മര്യാദ എന്നല്ല, എന്താ പറയുക, ഒരു മഞ്ചപ്പറ്റ് ജാസിക്കും അഷിക്കും കാണിക്കാം അല്ലേ. അവർ ഇത്രയും വയസ്സായിട്ട് നിൽക്കില്ല. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് മരണമുട്ടിൽ എവിടെ പോയ സമയത്ത് അഷിയുടെ ഉമ്മയല്ലേ, അഷി ഇപ്പോൾ എന്താണ് സുഖമായിട്ടിരിക്കേണ്ടത്, അഷി കാണാൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അവർക്ക് അവനെ കാണാൻ വരില്ല എന്നുള്ള ദേഷ്യമല്ല വരണത്, സ്വന്തം മകൻ കാണാൻ വരില്ല എന്നുള്ള ദേഷ്യമല്ല വരണത്. അവർ പറയുന്നത് കുട്ടീനെ കണ്ടിട്ട് കുറേ കാലമായി, കുട്ടീനെ ഒന്ന് കാണണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ ഒരു നോളേജും അവരുടെ ഒരു സംസ്കാരവും അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസമൊക്കെ വെച്ചിട്ട് ഒരു മന്ത്രവാദം ചെയ്തിട്ടാണ് ഒക്കെ ഉള്ളത്. എന്തൊക്കെ പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് തല്ലിയിട്ടാണ് അവനെ കൂടെ നിർത്തണത്, അത് ആര് ജാസി അഷീനെ കൂടെ നിർത്തണത് എന്നൊക്കെ അവർ പറയും. അതൊന്നും നമുക്ക് അറിയില്ല, വിശ്വാസയോഗ്യമല്ല അവർ പറയുന്ന പല കാര്യങ്ങളും. പക്ഷെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ എങ്ങനെ നമുക്ക്, ഞാനിപ്പോൾ ദൈവവിശ്വാസിയാണോ അല്ലേ എന്നുള്ളതിലല്ല. ഒരാൾ ദൈവത്തെ വിശ്വസിക്കുന്ന തീർച്ചയായിട്ടും അത് റെസ്പെക്റ്റ് ചെയ്യുള്ളൊരു മര്യാദ, ഒരു എമ്പതി ഞാൻ കാണിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗൈസ്, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ജാസിക്കും അഷിക്കും വയസ്സാകുമ്പോഴായിരിക്കും ആ ഉമ്മച്ചിയുടെയൊക്കെ വികാരങ്ങളും വിചാരങ്ങളും അവരുടെ പേടികളും സ്നേഹമൊക്കെ പലപ്പോഴും മനസ്സിലാവുണ്ടാവുള്ളൂ. ഇപ്പോൾ ചോരത്തളപ്പിലൊന്നും പലതും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ആരെങ്കിലും ഒരാൾ അവരുടെ ഇടയിൽ ഇടനിലക്കാരനോ കാര്യമായിട്ട് നിന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവരെല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി കാണാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം, ഒരു അവകാശം. പക്ഷേ അങ്ങനെയുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരവസ്ഥ ആലോചിക്കും. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്, അതിനാണ് പ്രാർത്ഥിക്കുന്നത് ഗൈസ്. അപ്പോൾ അല്ലാണ്ട് എന്നിപ്പോൾ ഇവർ ഒരാളവിടെയും ഒരു ലോകം അവിടെ ഇപ്പുറത്ത് വേറൊരു ലോകം കളിച്ചു എന്തെങ്കിലും ഇപ്പോൾ സംഭവിച്ചെങ്കിൽ ആലോചിക്കും, മരണം നടക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അല്ല നമ്മളിപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യണം ഇത് ചെയ്യണം, അവരത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നു പറഞ്ഞിട്ടും കാര്യമില്ല. ലൈഫ് നമ്മൾ വിചാരിക്കണോടത്ത് നല്ല പോകണ്ടായിരിക്കാം. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഒരു കുറ്റബോധം, അപ്പം ഞാൻ വിചാരിക്കണ പോലെ അല്ല എൻ്റെ ലൈഫ് പോയോണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ലൈഫ് തന്നെ വൃത്തിയായിട്ട് ചെയ്യാനറിയില്ല. പിന്നെ ഇപ്പോൾ നാട്ടുകാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അവരത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്നത് ഒരർത്ഥമില്ല. എനിക്കെന്താ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ആലോചിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഒരു സാമ്പ്രദായികമായ രീതിയിൽ ആളുകൾ പോണ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കലുണ്ട്, അതായത് എൻ്റെ ലൈഫിൽ എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ ഒരു ലൈഫ് നല്ലൊരു ലൈഫായിട്ട് വീട്ടുകാർ നോക്കണം എന്നൊക്കെ ആലോചിക്കുമ്പോഴും ഞാൻ ചില സമയത്ത് ആലോചിക്കലുണ്ട്. ചില സമയത്ത് നമുക്ക് ഒരു രൂപ കയ്യിലെടുക്കാനില്ലാണ്ട് നമ്മളിങ്ങനെ തിണ്ടി നടക്കണം, എന്ത് ചെയ്യണം എന്നറിയാണ്ട് അന്തം വിട്ടിറക്കുന്ന സ്റ്റേജിൽ കൂടെയാണ് പലപ്പോഴായിട്ട് ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, അതായത് എനിക്കറിയാം ഇത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആവും അല്ലെങ്കിൽ പലതും നമ്മൾ ചെയ്യും, ഒരു വർഷമാകുമ്പോഴേക്ക് ലൈഫിൽ വലിയ മാറ്റം വരുന്നൊക്കെ. പക്ഷേ ചില സമയത്ത് ഞാൻ ആലോചിക്കുന്നുണ്ട്, ചില മൊമെൻറ്റ്സിലൊക്കെ ദൈവമേ ഈ സമയത്തൊരു മരണം, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ മോശമാണ്, അല്ലെങ്കിൽ ഒരു മരണം നടന്നില്ലെങ്കിൽ, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണമെങ്കിൽ കയ്യിൽ കാശില്ലല്ലോ. അവർക്ക് നമ്മൾ ഭാവിയെക്കുറിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ട കുഞ്ഞു കാര്യങ്ങളുണ്ട്. എൻ്റെ വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു അവരെ കൊണ്ട് യാത്ര പോകണം ഒരു സ്ഥലത്ത് നിന്നൊക്കെ. അതായത് അവർ വേറെ ഭയങ്കര ടോക്സിക്കായ സാധനങ്ങളൊക്കെ എനിക്ക് ലൈഫിൽ തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ പറയണം വിചാരിച്ചല്ല പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും വേറെ രീതിയിൽ നിന്ന് ആലോചിക്കണം, അവർ വളർന്നു വന്ന അന്തരീക്ഷം അങ്ങനെയാണ്. അവരെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുണ്ടായിരുന്നു. അവരെ കേൾക്കാൻ ആളില്ലായിരുന്നിരിക്കണം ഒരു സമയത്ത്. അതുകൊണ്ടായിരിക്കും അവർ NPDയുടെ പല ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ. പക്ഷേ അവർക്ക് സ്നേഹമുണ്ട്, അത് കാണിക്കാൻ അറിയാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. നമ്മളിപ്പോൾ ഞാനിവിടെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യണ ഒരാളുകളൊന്നല്ല എൻ്റെ ചുറ്റുമുള്ളത്. ഭയങ്കര ടോക്സിക്കാണ് ആ സംഭവമൊക്കെ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നത്, അവർക്കൊരു പക്ഷേ നല്ല കാശും വേണം ജീവിക്കണമെങ്കിൽ, അത് വേറെ കാര്യം. അവരെ കൊണ്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു പക്ഷേ ചെറിയ മാറ്റങ്ങളെങ്കിലൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഇവരൊക്കെ മരിച്ചു പോകുമ്പോഴായിരിക്കും അവർ നമുക്കിപ്പോൾ ഇപ്പോഴുള്ള സൗകര്യങ്ങൾ കുറവാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടായിരിക്കുക. അതായത് അവരെന്നാലും നമ്മുടെ ലൈഫിൽ കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതാണ് കേസ് എനിക്ക് തോന്നുന്നത്. അത് അച്ഛനും അമ്മയും എത്രത്തോളം ക്രൂരതകൾ നമ്മളോട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിലും
നമ്മൾ ചില കാര്യങ്ങളായിട്ട് കണക്റ്റായി പോകും. ചില സമയത്തൊക്കെ ഞാൻ ആലോചിക്കൂലേ, ദൈവമേ അവർ ഈ സ്റ്റേജിൽ എങ്ങനെ അതിജീവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരിക്കും, അവർ ലൈഫിൽ ഒറ്റപ്പെട്ട സമയത്ത് അവരെ കൂടെ ആരും ഉണ്ടാവില്ല. അയ്യോ, ഈ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, എമ്പത്തി, ഈ ഒരു സാധനം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജാസി അഷി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു പക്ഷേ ലൈഫിൽ അവർക്ക് റിഗ്രറ്റ് തോന്നിയെന്ന് വിചാരിക്കാം. അതായത് റിഗ്രറ്റ് തോന്നുക പറഞ്ഞാലും സംഭവം ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ, ഫാമിലി, അവരെ ഉമ്മാനെ നോക്കിയില്ല എന്നുള്ളൊരു കുറ്റം. അത് ഭാവിയിൽ ഉമ്മങ്ങക്ക് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കും എത്ര കാശുണ്ടാക്കിയിട്ടോ, എത്ര ഇപ്പം മരിച്ച ഒരാളെ കാണാൻ വേണ്ടി വന്നിട്ടോ എന്താ കാര്യമുള്ളത്? അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് അടുത്ത് പോയിട്ടിരിക്കുക, വർത്തമാനം പറയുക. അപ്പോൾ കത്ര കൂടിയാലും കുഴപ്പമില്ല, എന്നാലും സോറി കേട്ടോ ഒന്ന് സോറി പറയുള്ളൊരു സംഭവം ഉണ്ടാക്കുക, കുറച്ച് നേരം സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഫോണെങ്കിലും വിളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് കുറച്ചുകൂടിയൊക്കെ രസമായി തീർന്നതിനെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ മറ്റാൾ വീണ്ടും ഞാൻ പറയണു, ഞാൻ ചെയ്യുന്ന വലിയൊരു തെറ്റ്, ഈ വീഡിയോയിൽ ചെയ്യുന്ന വലിയൊരു തെറ്റ് ഇതാണ്. ഇപ്പോൾ ജാസി അത് ചെയ്യണം, അഷി അത് ചെയ്യണം, ജാസിക്ക് അത് ചെയ്യാമായിരുന്നു, അഷിക്ക് അത് ചെയ്യാമായിരുന്നു എന്നൊന്നും നമ്മൾ പറയണ പോലെയല്ല. അവരുടെ ലൈഫിൽ വേറെ കുറേ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും പ്രശ്നങ്ങളും പ്രായോഗികമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞത് ശരിയില്ല. എന്തോ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എന്തോ ഞാൻ ആ ഉമ്മച്ചീനെ സത്യം പറയാമല്ലോ, എനിക്ക് അവരോട് ഒരു പ്രത്യേക സ്നേഹം തോന്നി. ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. എന്തായാലും ഗൈസ്, അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ഭൂരിഭാഗം ഉമ്മച്ചീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. വളരെ കൺസർവേറ്റീവായ സദാചാരം വെച്ചുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ് ഭൂരിഭാഗം അതിൽ വന്നിട്ടുള്ളത്. പലരും അഷീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവർ പറഞ്ഞ അഷീനെയും ജാസീനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളും ആ കമൻറ്റിൻ്റെ അവസാനം കൊണ്ടു ചേർക്കുന്ന ഒരു സംഗതി ഇതാണ്. എന്തായാലും ഉമ്മച്ചീനെ ഒന്ന് കാണാമായിരുന്നായിരിക്കും, ഉമ്മച്ചിയുടെ അടുത്ത് ഒന്ന് സോറി പറയണമെങ്കിൽ ഒരു പക്ഷേ അവരെ മനസ്സൊന്ന് അലിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറേയൊക്കെ ഒരു പക്ഷേ ഈഗോ കാണിക്കണതിൻ്റെ ഒരു പ്രശ്നം കൂടി ആയിരിക്കും. പിന്നെ പലപ്പോഴും നമുക്ക് തോന്നുന്ന സാധനമല്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നരകിച്ച് സോഷ്യൽ മീഡിയ ബുള്ളിങ് നേരിട്ട്, സൈബർ ബുള്ളിങ് നേരിട്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ് നേരിട്ടൊക്കെ വളർന്നുന്ന ആളുകൾ എന്താ വെച്ചാൽ ചിലപ്പോൾ എങ്ങനെയെങ്കിലും സക്സസ്ഫുൾ ആവണം, അടിപൊളിയാവണം, അങ്ങനെ. പക്ഷേ ഇത് കഴിഞ്ഞ സ്റ്റേജ് ഉണ്ട്, നമ്മൾ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് ജീവിതത്തെ കുറച്ചുകൂടി എമ്പത്തറ്റിക്കായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഉള്ള ഇടയിൽ നമ്മൾ മറന്നുപോയ കുറേ കാര്യങ്ങൾ അല്ലേ. നമുക്ക് ഒരു പക്ഷേ ഒന്നുകൂടിയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് കൂടെ കൂട്ടാമായിരുന്ന കുറേ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ. ഞാനത് പറയാൻ കാരണം എന്താ അറിയാം, തൊപ്പിയുടെ കാര്യം. ഇപ്പോൾ തൊപ്പിയുടെ കാര്യം കഴിച്ചേക്കുക. തൊപ്പി ഇപ്പോൾ സക്സസ്ഫുൾ ആണ്, കാശ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ തൊപ്പിയുടെ ഉപ്പാനെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നിഹാദ് എന്നുള്ള ലെവലിലാണ് അവനെ കാണുന്നത്, അല്ലെങ്കിൽ തൊപ്പി എന്നുള്ള രീതിയിൽ. തൊപ്പി ഇപ്പോൾ തെറി വിളിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നിഹാദിനെ പോലെ അന്ന് അവൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവന് ഈ ലൈഫ് കിട്ടണമെന്നില്ല. പക്ഷേ അവനത് അങ്ങനെ കയ്യിൽ കാശുണ്ട്. ഇപ്പോൾ അവന് വിചാരിച്ച പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇഷ്ടം പോലെ വണ്ടികൾ, കാശ് ഇഷ്ടം പോലെ ഉണ്ട് അവൻ, ബിസിനസ്സും ഒക്കെ. പക്ഷേ അവനിപ്പോഴും കൈവിട്ട് പോയിട്ടുള്ള കുറച്ച് സംഗതികളുണ്ട്. അത് ഇനി തിരിച്ചു വരില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉപ്പാനെ കാണാൻ തോന്നുന്നു, ഉമ്മച്ചീനെ കാണാൻ തോന്നുന്നു എന്നൊക്കെ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉമ്മച്ചീനെ ഇടയ്ക്ക് പോയി കാണലുണ്ട് അവൻ, എന്നാലും അവർ ഫാമിലി ഇത് പോയി എന്നുള്ള ഒരു സംഗതി പറഞ്ഞു. അതാണ് ആ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ചിലപ്പോൾ ഒരു സാധനം കയ്യിൽ നിന്നാണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൂട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഈ പേടി എനിക്കുണ്ട് കേസ്. ഞാൻ ചില സമയത്തൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഓണ ടൈമിൽ തന്നെ ഒരു രൂപ എടുക്കാനുണ്ട്, ഭ്രാന്തായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്, അത് നമ്മൾ കുറേ നമ്മുടെ ഫ്യൂച്ചറിന് കുറേ സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് അത് ഇടയ്ക്ക് വെച്ചിട്ട് പൊട്ടിപ്പോണ ഒരു അവസ്ഥ അല്ലേ. അപ്പോൾ അന്തം വിട്ടുമ്പോൾ നിൽക്കും ചില സമയത്തൊക്കെ. അതുപോലെ വേറെയും കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാം ഇങ്ങനെ പബ്ലിക് ആയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റാത്ത കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, ദൈവമേ ഇതെന്താണ് നമ്മൾ വിചാരിക്കുന്ന പരിപാടി നടന്നില്ലെങ്കിലുള്ള ഒരു അവസ്ഥ എന്താണ്. അത് ഇപ്പോഴത്തെ കാര്യം തന്നെ ഇങ്ങനെ അതിജീവിക്കുന്ന പലപ്പോഴും നമുക്ക് അറിയില്ല. ഇപ്പോൾ ചില കാര്യങ്ങൾ അറിയാമല്ലോ, അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ നിസാരമായിട്ട് തോന്നും. പക്ഷെ നമുക്ക് ആ സമയത്ത് ആ ലൂപ്പിലിട്ട് പെട്ടിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഇപ്പം ജാസിക്കും അഷിക്കും ഉമ്മാനും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും പരസ്പരം ചോറ് വാരി കൊടുക്കാനും അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുമെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. 80% കൂടുതൽ ആളുകൾ എൻ്റെ വീഡിയോസ് കാണുന്നത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സന്തോഷമായിനെ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെന്താ, ഹൈപ്പ് എന്നുള്ളൊരു സംഗതിയില്ല. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, എന്നാൽ കൂടുതൽ ആളുകളിലേക്ക് ആ വീഡിയോ എത്തും എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബായ്.